ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ തിയറി പാർട്ടിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് നോക്കാം. സോ ഇവിടെ ഒരു പൈല് സോയിൽ ഡെപ്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സറൗണ്ടിങ് ഇതെല്ലാം സോയിലാണ്. അപ്പോൾ ചില കേസസിൽ ഈ പൈൽ ഷാഫ്റ്റ് സർഫസിന് സറൗണ്ടിങ് ആയിട്ടുള്ള സോയിൽ ലെയർ ഈ പൈല് സെറ്റിൽ ആകുന്നതിന് മുന്നേ ഈ സോയിൽ ലെയർ ആണ് സെറ്റിൽ ആകുന്നതെങ്കിൽ അവിടെ ഒരു ഡൗൺവേർഡ് ഡ്രാഗ് ഫോഴ്സ് ഫോം ചെയ്യും. ഈ ഡൗൺവേർഡ് ഡ്രാഗ് ഫോഴ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സോയിൽ ഡെപ്തിലേക്ക് പൈൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചില കേസസിൽ ഈ പൈലിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള സോയില് ഈ പൈല് സെറ്റിൽ ആകുന്നതിന് മുന്നേ ഈ സറൗണ്ടിങ് സോയിൽ പോർഷൻ സെറ്റിലാകും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഡൗൺവേർഡ് ഡ്രാഗ് ഫോഴ്സ് ഫോം ചെയ്യും. ഈ ഡ്രാഗ് ഫോഴ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Q NSF, ദാറ്റ് ഈസ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഫോഴ്സ്. അതിനാണ് നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു QNSF വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ? വെൻ ദ സോയിൽ ലെയർ സറൗണ്ടിങ് എ പോർഷൻ ഓഫ് ദ പൈൽ ഷാഫ്റ്റ് settles more than the pile, a downward drag occurs on the pile, and this drag is known as negative skin friction. അപ്പോൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. ഈ ഫിഗർ നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ മെയിൻലി സോഫ്റ്റ് ഓർ ലൂസ് സോയിലായിരിക്കും കൂടുതലും ഈ ഒരു നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം എന്താണ് സോഫ്റ്റ് ഓർ ലൂസ് സോയിലിൽ നമ്മൾ പൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനനുസരിച്ച് ആ പൈൽ ഷാഫ്റ്റിൽ സറൗണ്ട് ചെയ്തിരിക്കുന്ന സോയിൽ പോർഷൻ ഈ പൈൽ സെറ്റിലാകുന്നതിന് മുന്നേ ഈ സറൗണ്ടിങ് സോയിൽ സെറ്റിലാകും. അപ്പം മെയിൻലി എന്ത് സോയിലാണ് ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്? സോഫ്റ്റ് ഓർ ലൂസ് സോയിലാണ്. അപ്പം ഈ സറൗണ്ടിങ് സോയിൽ പോർഷൻ പൈൽ സെറ്റിലാകുന്നതിന് മുന്നേ സറൗണ്ടിങ് സോയിൽ പോർഷൻ ആയിരിക്കും സെറ്റിലാകുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഡൗൺവേർഡ് ഡ്രാഗ് ഫോഴ്സ് ഫോം ചെയ്യും. ഈ ഡൗൺവേർഡ് ഡ്രാഗ് ഫോഴ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻലി സോഫ്റ്റ് ഓർ ലൂസ് സോയിലാണ് ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ കാണപ്പെടുന്നത്. ആൻഡ് ദിസ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഒക്കേഴ്സ് ഇൻ ദ സോയിൽ സോൺ വിച്ച് മൂവ്സ് ഡൗൺവേർഡ് റിലേറ്റീവ് ടു ദ പൈൽ. അപ്പോൾ പൈൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഈ പൈൽ ഷാഫ്റ്റിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ആ സോയിൽ ലെയറും ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത് ഇൻ സോഫ്റ്റ് ഓർ ലൂസ് സോയിൽ. ആൻഡ് ഈ ഒരു നെഗറ്റീവ് ഫ്രിക്ഷൻ കാരണം ആ പൈലിൽ ഒരു എക്സ്ട്രാ ഡൗൺവേർഡ് ലോഡും ഈ നെഗറ്റീവ് ഫ്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നെഗറ്റീവ് ഫ്രിക്ഷൻ എന്ന് നോക്കി വയ്ക്കുക. ആൻഡ് ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ കാരണമുള്ള നെറ്റ് അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ പൈൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് QU dash is equal to QU minus QNSF. That is, QU is the ultimate bearing capacity of the pile and QNSF is the negative skin friction and QU dash is the net ultimate load carrying capacity of the pile. അപ്പം നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ കാരണം നമ്മുടെ പൈലിൻ്റെ നെറ്റ് അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് QU dash is equal to QU minus QNSF. സോ നമുക്ക് ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ പ്രൊവൈഡിങ് എ പ്രൊട്ടക്റ്റീവ് സ്ലീവ് ഓർ എ കോട്ടിംഗ് ഫോർ ദ സെക്ഷൻ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ ദ സെറ്റിലിംഗ് സോയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഫ്റ്റ് ഓർ ലൂസ് സോയിലാണ് ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ കൂടുതലായിട്ടും കാണുന്നത്. സോ അവിടെ നമുക്ക് ഇതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? അതായത് ഏത് പൈൽ ഷാഫ്റ്റിൻ്റെ ആ ഒരു സറൗണ്ടിങ് സോയിൽ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ പൈൽ ഷാഫ്റ്റിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ഒരു പ്രൊട്ടക്റ്റീവ് സ്ലീവ് അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ അത് പ്രൊവൈഡ് ചെയ്യുമ്പം ആ ഒരു സോയിൽ സെറ്റിൽമെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഡ്രാഗ് ഫോഴ്സ് ഉണ്ടാകുന്നതും കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ക്യാൻ ബി എലിമിനേറ്റഡ് by providing a protective sleeve or coating around the section which is surrounded by the settling soil. ഓക്കെ, നമുക്കിനി ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് നോക്കാം. സോ ഫസ്റ്റിലെ തന്നെ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ആസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ പൈൽസ്. സോ നമ്മൾ ഇവിടെ ഇൻഡിവിജ്വൽ പൈൽസിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി QU കണ്ടുപിടിക്കും. സോ ഇവിടെ വരുമ്പോൾ എന്താണ്? QNSF ആയിരിക്കും, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ആയിരിക്കും വരുന്നത്. സോ ഇക്വേഷൻ വന്നിട്ട് QGNSF is equal to N into QNSF. QNSF എന്താണ്?
നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. സോ QNSF കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് QNSF is equal to P into Ln into C. This is for cohesive soil below the fill. സോ ഈ സിംഗിൾ ഓർ ഇൻഡിവിജ്വൽ പയറിൽ തന്നെ കോഹസീവ് സോയിലിൻ്റെ ഇക്വേഷൻ ഉണ്ട് QNS കണ്ടുപിടിക്കാനുള്ള, കൊഹീഷൻലെസ് സോയിലിൻ്റെയും ഇക്വേഷൻ ഉണ്ട്. സോ ഫസ്റ്റിലെ നമുക്ക് കോഹസീവ് സോയിലിൻ്റെ QNSF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് QNSF is equal to P into Ln into C, where P is the perimeter of the pile and Ln is the length of the fill and C is the cohesion in kilonewton per meter square. അപ്പോൾ ഇത് ഏത് കേസിലെ QNSF ആണ്? കോഹസീവ് സോയിലിൻ്റെ കേസിലെയാണ്. നെക്സ്റ്റ് ഇനി എന്താണ്? കോഹീഷൻലെസ് സോയിലിൻ്റെ കേസിലുള്ള QNSFൻ്റെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P ഇൻറ്റു Ln square into gamma into K0 into tan delta, where gamma is the unit weight of the fill and K0 is the earth pressure coefficient at rest, that is K0 is equal to 1 minus sin phi, and delta value varies between 5/2 to 5. ഓക്കെ, അപ്പം നമുക്ക് സിംഗിൾ ഓർ ഇൻഡിവിജ്വൽ പൈൽസിൻ്റെ കേസിൽ QGNSF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് QGNSF is equal to N into QNSF. N is the number of piles. ഇപ്പം നമുക്ക് ഗ്രൂപ്പായിട്ടായിരിക്കുമല്ലോ തരുന്നത്, അതിനകത്ത് നിന്ന് ഓരോ ഇൻഡിവിജ്വൽ പൈൽസിൻ്റെ നമ്പറാണ് N. ആൻഡ് QNSF നമുക്ക് കോഹസീവ് സോയിലിൻ്റെയും കേസിലുള്ള ഇക്വേഷൻ ഉണ്ട്, കോഹീഷൻലെസ് സോയിലിൻ്റെ കേസിലുള്ള ഇക്വേഷനും ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഏത് ടൈപ്പ് ഓഫ് സോയിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് വെച്ചിട്ട് ഇതിൽ ഏത് ഇക്വേഷൻ വേണമെന്ന് സെലക്ട് ചെയ്യുക. ആൻഡ് അതിൽ നിന്ന് QNSF കണ്ടുപിടിച്ചിട്ട് QGNSFിലേക്ക് ഈ ഇക്വേഷനിലേക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതും ഇൻഡിവിജ്വൽ പൈൽസിൻ്റെ കേസാണ്. നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് ഫെയിലിയർ, ആ ബ്ലോക്ക് പൈലിൻ്റെ കേസ് നോക്കാം. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ പൈൽസ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. സോ അപ്പോൾ വരുന്ന ഗ്രൂപ്പായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള QGNSFൻ്റെ ഇക്വേഷൻ ആണ് PG ഇൻറ്റു Ln ഇൻറ്റു C പ്ലസ് AG ഇൻറ്റു Ln ഇൻറ്റു ഗാമ. സോ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. where PG is the perimeter of group in meter and AG is the sectional area of block in meter square. So നമ്മൾ സിംഗിൾ ഓർ ഇൻഡിവിജ്വൽ പൈലിൻ്റെയും QGNSFൻ്റെ ഇക്വേഷൻ നോക്കി, ബ്ലോക്ക് പൈലിൻ്റെയും QGNSFൻ്റെ ഇക്വേഷൻ നോക്കി. സോ ദിസ് ഇക്വേഷൻ ദാറ്റ് ഈസ് ഇക്വേഷൻ 1, ഈ ഇക്വേഷനും സിംഗിൾ ഇൻഡിവിജ്വൽ പൈലിൻ്റെ ഈ ഇക്വേഷനും ബ്ലോക്ക് പൈലിൻ്റെ സെക്കൻഡ് ഇക്വേഷൻ ദാറ്റ് ഈസ് ദിസ് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏതാണോ മാക്സിമം വരുന്നത് ആ വാല്യൂ ആണ് എടുക്കുന്നത്. സോ ഈ കേസിൽ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ്റെ കേസിൽ നമ്മൾ മാക്സിമം വാല്യൂ ആണ് എടുക്കുന്നത്. സോ മാക്സിമം എമംഗ് ഇക്വേഷൻ 1 and 2 ഈസ് ടേക്കൻ ഫോർ ഫാക്ടർ ഓഫ് സേഫ്റ്റി കാൽക്കുലേഷൻ. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാകും. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ ലെറ്റ് Ln ഈസ് ഈക്വൽ ടു 2 meter. The pile is circular in cross section with diameter of 0.305 meter. For the fill that is above the water table, gamma is equal to 16 kilonewton per meter cube and phi dash is equal to 32 degree. Find total drag force. Use delta is equal to 0.6 into phi dash. So ഈ given figureൽ എന്താണ്? ഒരു സാൻഡ് സോയിലിലേക്ക് ഒരു പൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സറൗണ്ടിങ് പോർഷൻ, അതായത് ഇത്രയും 2 meter ലെങ്തിലുള്ള ലൂസ് ഫില്ലാണ്. സോ അത് ഈ പൈൽ സെറ്റിൽ ആകുന്നതിന് മുന്നേ തന്നെ ഈ ലൂസ് ഫിൽ സെറ്റിലാകും. സോ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഡ്രാഗ് ഫോഴ്സ് ഡൗൺവേർഡ് ആയിട്ടൊരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഡൗൺവേർഡ് ഡ്രാഗ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് ആ ലൂസ് ഫില്ലിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, Ln ഈസ് ഈക്വൽ ടു 2 meter. അതേപോലെ ആ സർക്കുലർ പൈലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയമീറ്ററും തന്നിട്ടുണ്ട്. ആൻഡ് വാട്ടർ ടേബിളിൻ്റെ എബോവ് ആയിട്ടുള്ള ഗാമയുടെയും ഫൈ ഡാഷിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്, അതേപോലെ ഡെൽറ്റയുടെ വാല്യൂം തന്നിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് ഇത് സാൻഡി സോയിലാണെന്ന്. സാൻഡി സോയിൽ എന്താണ്? നോൺ കോസീവ് സോയിലാണ്, കോഷൻലെസ് ആയിട്ടുള്ള സോയിലാണ്. സോ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോൾ ഗ്രൂപ്പായിട്ടല്ല, ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഗ്രൂപ്പായിട്ടല്ല ക്വസ്റ്റ്യനിൽ പൈൽ തന്നിരിക്കുന്നത്, ഒരു ഇൻഡിവിജ്വൽ പൈൽ മാത്രമാണ് തന്നിരിക്കുന്നത്. സോ ഇൻഡിവിജ്വൽ പൈലിൻ്റെ കേസ് എടുക്കാം. ഇൻഡിവിജ്വൽ പൈലിൻ്റെ കേസ് എടുത്തു നമ്മൾ. സോ ഇവിടെ തന്നെ എന്താണ്? ഡ്രാഗ് ഫോഴ്സ് ആണ്. ഡ്രാഗ് ഫോഴ്സ് എന്താണ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ QNSF തന്നെയാണ് അല്ലേ? നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ തന്നെയാണ് ഈ ഡ്രാഗ് ഫോഴ്സ്. നമ്മൾ ആ ഡൗൺവേർഡ് ഡ്രാഗ് ഫോഴ്സിനെയാണല്ലോ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ആ ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
ദാറ്റ് മീൻസ് എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് കോഷ്യൻലെസ് സോയിലാണ്. കാരണം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ സാൻഡി സോയിൽ എന്ന് ഫിഗറിൽ തന്നിട്ടുണ്ട്. സാൻഡി സോയിൽ എന്ത് ടൈപ്പ് ഓഫ് സോയിലാണ്? കോഷ്യൻലെസ് ഓർ നോൺ കോസീവ് സോയിലാണ്. അവിടെ സീൻ്റെ വാല്യൂ 0 ആണ്. സോ ഇക്വേഷൻ എന്ത് വരും? QNSF ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ln² ഇൻറ്റു ഗാമ ഇൻറ്റു K0 ഇൻറ്റു ടാൻ ഡെൽറ്റ. സോ നമ്മൾ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സാൻഡി സോയിൽ ആയതുകൊണ്ട് കോഷ്യൻലെസ് സോയിലിൻ്റെ ഇക്വേഷൻ എടുത്തു. സോ ഇനി നമുക്ക് ഇവിടുന്ന് ഓരോ ടേം നോക്കാം. K0 എന്താണ്? 1 മൈനസ് സൈൻ 5. സോ നമുക്ക് ഫൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 32 ഡിഗ്രി. സോ 1 മൈനസ് സൈൻ 32.47 എന്ന് കിട്ടി. ആൻഡ് പി എന്താണ്? പി ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ പൈൽ. സോ പെരിമീറ്റർ ഓഫ് ദ പൈൽ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ പൈൽ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ പൈൽ. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ പൈൽ ഈസ് 0.305 മീറ്റർ. സോ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു 0.305 ഇൻറ്റു ln എത്രയാണ്? lnൻ്റെ വാല്യൂ 2 മീറ്റർ. സോ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു കെയുടെ വാല്യൂ എന്താണ്? ഓക്കെ, ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു ഗാമയുടെ വാല്യൂ വന്നിട്ട് 16. സോ നമ്മൾ 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ കെയുടെ വാല്യൂ 0.47 ഇൻറ്റു ടാൻ ഡെൽറ്റ. ഡെൽറ്റയുടെ വാല്യൂ എന്താണ്? 0.6 ഇൻറ്റു 5 ദാറ്റ് ഈസ് 0.6 ഇൻറ്റു 32. സോ ടാൻ 0.6 ഇൻറ്റു 32 അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 5.02 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ഇതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഈ പൈലിലുണ്ടാകുന്ന ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഗ്രൂപ്പായിട്ടല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഒരു സിംഗിൾ പൈലിൻ്റെ ഫിഗറാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സാൻഡി സോയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ പൈലാണ്. സോ ആ പൈലിലുള്ള ഡ്രാഗ് ഫോഴ്സ് മീൻസ് എന്താണ്? നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. സാൻഡി സോയിൽ ആയതുകൊണ്ട് കോഷ്യൻലെസ് സോയിലാണ്. സോ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സോ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ആൻസർ 5.02 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ക്വയർ പൈൽ ഗ്രൂപ്പ് ഓഫ് 16 piles penetrates through a filled up soil at 3 meter depth. The pile diameter is 250 mm and pile spacing is 0.75 meter. The unit cohesion of the material is 18 kilonewton per meter square and the unit weight of soil is 15 kilonewton per meter cube. Draw plan and sectional elevation of the pile groups and compute the negative skin friction of the group. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ 16 ഇൻഡിവിജ്വൽ പൈൽസ് വരുന്ന ഒരു സ്ക്വയർ പൈൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ആൻഡ് ഇത് 3 മീറ്റർ ഡെപ്തിലേക്കാണ് സോയിലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ ഓരോ ഇൻഡിവിജ്വൽ പൈലിൻ്റെയും പൈൽ ഡയമീറ്റർ തന്നിട്ടുണ്ട് 250 mm ആൻഡ് പൈൽ സ്പേസിങ്ങും തന്നിട്ടുണ്ട് 0.75 മീറ്റർ. ആൻഡ് കോഷ്യൻ വാല്യൂ തന്നിട്ടുണ്ട് 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട് 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഈ പൈൽ ഗ്രൂപ്പിൻ്റെ പ്ലാൻ ആൻഡ് സെക്ഷണൽ എലവേഷണൽ വ്യൂ വരയ്ക്കണം. അതേപോലെ ഈ പൈൽ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഓർ ഡ്രാഗ് ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം ഇൻഡിവിജ്വൽ പൈലിൻ്റെ QG/NSF കണ്ടുപിടിക്കാം. സോ QG/NSFൻ്റെ ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, N × QNSF. സോ ഈ QNSF ഏത് കേസാണെന്ന് നിങ്ങൾ നോക്കുക. കോസീവ് ആണോ നോൺ കോസീവ് സോയിലാണോ എന്ന് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി നോക്കുക. അതിൽ നിന്ന് നമ്മൾ ഇൻഡിവിജ്വൽ പൈലിൻ്റെ QG/NSF കണ്ടുപിടിക്കുക. അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഫെയിലിയർ ഓർ ബ്ലോക്ക് പൈലിൻ്റെ QG/NSF വാല്യൂ കണ്ടുപിടിക്കുക. അത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കാം. അപ്പം ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള മാക്സിമം വാല്യൂ ആണ് നമ്മൾ ഫാക്ട് പ്ലാൻ. ഈ താഴെ വരച്ചിരിക്കുന്നതാണ് സെക്ഷണൽ എലവേഷൻ. ഓക്കെ, നമുക്ക് ആദ്യം പ്ലാൻ വരയ്ക്കാം. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ 16 ഇൻഡിവിജ്വൽ പൈൽസ് ഉണ്ട്. സ്ക്വയർ ഗ്രൂപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഓരോ 4 റോയിലും 4 ഇൻഡിവിജ്വൽ പൈൽസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ നമുക്ക് 16 പൈൽസ് വരുന്ന ഒരു സ്ക്വയർ പൈൽ ഗ്രൂപ്പ് കിട്ടും. സോ ഇതിൻ്റെ സ്പേസിങ്, ഓരോ ഇൻഡിവിജ്വൽ പൈലിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസിങ് തന്നിട്ടുണ്ട്. അതായത് 0.75. അപ്പോൾ എത്ര ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
0.75 plus 0.75 plus 0.75 plus d/2 that is എന്ത് വരും 0.75 plus 0.75 plus 0.75 plus ഒറ്റൊരു ഡയമീറ്റർ വരുമ്പോൾ 250 mm അത് നമ്മൾ മീറ്ററിലോട്ടാക്കുമ്പോൾ 0.25 മീറ്റർ. സോ വൺ സൈഡ് നമുക്ക് 2.5 മീറ്റർ കിട്ടും. സോ സ്ക്വയർ പൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ബാക്കി എല്ലാ സൈഡും 2.5 മീറ്റർ തന്നെ വരും. സോ നമ്മൾ ആ ഗ്രൂപ്പ് ആക്ഷൻ ഓഫ് പൈൽസ് പഠിച്ച സമയത്ത് പ്രോബ്ലംസ് ചെയ്ത സമയത്ത് ഈ ഒരു പ്ലാൻ വരയ്ക്കാൻ നമ്മൾ അന്നേ പഠിച്ചതാണ്. സോ അത് നിങ്ങൾ അത് നോക്കിയിട്ട് വരയ്ക്കുക. ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാൻ വരച്ചു. ഇനി സെക്ഷണൽ എലവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈല് 3 മീറ്റർ ഡെപ്തിലേക്കാണ് ഈ ഫിൽഡപ്പ് സോയിൽ പെനട്രേറ്റ് ചെയ്ത് പോയേക്കുന്നത്. സോ 3 മീറ്റർ ഡെപ്തിൽ നമ്മൾ ആ സറൗണ്ടിങ് സോയിൽ ലൂസ് ഫില്ല് വരച്ചു. ബാക്കി ഒരു റോയിൽ 4 പൈലാണ്. സോ 4 പൈൽ നമ്മൾ ഇങ്ങനെ വരച്ചു. ഇതാണ് നമ്മൾ സെക്ഷണൽ എലവേഷൻ ആയിട്ട് എടുക്കുന്നത്. ആൻഡ് ഇവിടെ ക്വസ്റ്റ്യനിൽ കോഷ്യൻ വാല്യൂ തന്നിട്ടുണ്ട്. കോഷ്യൻ വാല്യൂ തന്നേക്കുന്നത് ക്ലേ സോയിലായിരിക്കും. അപ്പം ക്ലേ ആണ്. സോ നമ്മൾ ക്ലേ എന്ന് എഴുതി. സോ ഇവിടെ ഇങ്ങനെയാണ് പ്ലാനും എലവേഷനും വരയ്ക്കുന്നത്. നെക്സ്റ്റ് നമുക്കിനി നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ്റെ വാല്യൂ നോക്കാം. സോ ഫസ്റ്റിലെ തന്നെ നമ്മൾ സിംഗിൾ പൈൽ ഫെയിലിയർ എഴുതാം. ഇക്വേഷൻ വന്നിട്ട് QGNSF = N × QNSF. സോ ഇവിടെ QNSF നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? ഇത് കോസീവ് സോയിലാണ്, കാരണം കോഷ്യൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് കോസീവ് സോയിലിൻ്റെ ഈ ഇക്വേഷൻ ദാറ്റ് ഈസ് QNSF = P × Ln × C എടുക്കാം. ദാറ്റ് ഈസ് P × Ln × C. സോ പെരിമീറ്റർ എന്താണ്? pi into diameter, that is pi into 0.25 into 3, length വന്നിട്ട് 3 into C യുടെ വാല്യൂ 18. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 42.41 kN എന്ന് കിട്ടും. സോ QNSFൻ്റെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ Nൻ്റെ വാല്യൂ 16 ആണ്, കാരണം 16 ഇൻഡിവിജ്വൽ പൈൽസ് ഉണ്ട്. സോ QGNSF = 16 into 42.41 we get 678.56 kN. അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ സിംഗിൾ പൈൽ ഫെയിലിയർ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ബ്ലോക്ക് പൈൽ ഫെയിലിയർ എടുക്കുക. ഒറ്റ ഒരു ഇക്വേഷനേ ഉള്ളൂ. QGNSF = PG × Ln × C plus AG × Ln × gamma. സോ PG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ പൈൽ ബ്ലോക്ക് ആണ്. സോ പെരിമീറ്റർ ഓഫ് ദിസ് പൈൽ ബ്ലോക്ക് എന്ത് വരും? ഇത് സ്ക്വയർ പൈൽ ബ്ലോക്ക് ആണ്. സോ 4 × 1 സൈഡ് ദാറ്റ് ഈസ് 4 × A or 4 × 2.5 into Lൻ്റെ ലെങ്ത് എത്രയാണ്? 3 ആൻഡ് Cൻ്റെ വാല്യൂ 18 plus AG is the surface area. Okay, plus sectional area, that is sectional area of the pile block വന്നിട്ട് square pile block ആയതുകൊണ്ട് A × A, that is 2.5 × 2.5 into length വന്നിട്ട് 3 into gammaൻ്റെ വാല്യൂ 15 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ 15 kN/m3. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 821.25 kN എന്ന് കിട്ടും. ഇത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് കൊടുത്തു. സോ കമ്പയറിംഗ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2, take the higher or maximum value. So the maximum value of QGNSF for negative skin friction, maximum value ഏതാണ്? 821.25. So 821.25 kN ആണ് നമ്മുടെ QGNSF for negative skin frictionൻ്റെ വാല്യൂ. സോ ഈ പൈൽ ഗ്രൂപ്പ് തന്നിട്ട് ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ്റെ കേസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഇക്വേഷനും കൂടി, അതായത് സിംഗിൾ പൈൽ ഫെയിലിയറും ബ്ലോക്ക് പൈൽ ഫെയിലിയറും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം വാല്യൂ ആണ് നമ്മൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ആയിട്ട് എടുക്കുന്നത്.